الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെ പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവപൂർവ്വം തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളായ അടിമരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതാനും ദിവസമായി അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണാധികാരികളും സംസ്ഥാന സർക്കാരുമൊക്കെ നിരന്തരം വിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സുരക്ഷ പാലിച്ചുകൊണ്ട് മുൻകരുതലുകൾക്ക് വേണ്ടി, ജാഗ്രതയ്ക്ക് വേണ്ടി നമുക്ക് മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മഴ
അതിശക്തമായ മഴ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ കോരിച്ചൊരിയുന്ന മഴ. ജനങ്ങൾ പല രൂപത്തിലാണ് മഴയെ സമീപിക്കുന്നത്, മഴയെക്കുറിച്ച് വാചാലരാകുന്നത്, മഴയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസി എല്ലാവരും നോക്കിക്കാണുന്നത് പോലെയല്ല മഴയെ നോക്കിക്കാണുന്നത്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴയ്ക്ക് മനുഷ്യനോട് ചില വർത്തമാനങ്ങൾ പറയാനുണ്ട്. ചില പാഠങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചിന്താശേഷിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു അത്ഭുതമാണ്, അതൊരു ദൃഷ്ടാന്തമാണ് എന്നാണ്. മഴയെ നോക്കി മഴയുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമെന്നാണ്. മഴയെക്കുറിച്ച് പഠിച്ചാലും, മഴയെക്കുറിച്ച് മനസ്സിലാക്കിയാലും, മഴയെക്കുറിച്ച് ചിന്തിച്ചാലും, മഴയെ ബുദ്ധിപരമായി സമീപിക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലേക്കായിരിക്കും അവൻ്റെ ചിന്തകൾ എത്തുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ 24-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅ ഫയുഹ്യീ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് ആയത്ത്? അല്ലാഹ് ഉണ്ട് എന്നതിന് തെളിവാണ് എന്നാണ് പറയുന്നത്. വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീക്കുമുൽ ബർഖ ഖൗഫൻ വതമഅൻ, കണ്ണഞ്ചിപ്പിക്കുമാർ ചക്രവാളങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിന്നൽ പിണറുകളില്ലേ, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. യുരീക്കുമുല്ലാഹ്, അള്ളാഹുവാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത്. ഖൗഫൻ വതമഅൻ, ഭയം തോന്നുന്ന, ഒന്നു ഞെട്ടിപ്പോകുന്ന, വിറച്ചു പോകുന്ന, അതുപോലെ തന്നെ ആശയോടെയും പ്രതീക്ഷയോടെയും മനുഷ്യൻ നോക്കിക്കാണുന്ന ആ മിന്നൽ പിണറുകൾ. അതിനുശേഷം മഴ വരാനുണ്ട്. അതെ, അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ല, അത് അവൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ശേഷം വയുനസ്സിലു മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എന്നിട്ടോ ഫയുഹ്യീ ബിഹിൽ അർദ ബഅദ മൗതിഹാ, ഉണങ്ങി തരിശായി നിർജീവമായി കിടന്നിരുന്ന ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചാലോ ഫയുഹ്യീ, അള്ളാഹു അതിനെ ജീവിപ്പിക്കുന്നുണ്ട്. അതിൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നുണ്ട്. അത് സജീവമാകുന്നുണ്ട്. നിർജീവമായി കിടക്കുന്ന ആ ഭൂമി അത് സജീവമായി മാറുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്താശേഷിയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ ഒരുപാട് പാഠമുണ്ട്. എവിടെയായിരുന്നു ഉണങ്ങി വിണ്ടുകീറി തരിശായി കിടന്ന, അതിനകത്ത് ഒരു പുൽനാമ്പ് പോലും കാണാതിരുന്ന, ഒരു പച്ചപ്പ് പോലും കാണാതിരുന്ന, ഉണങ്ങിക്കിടന്നിരുന്ന ആ ഭൂമി, വിണ്ടുകീറി കിടന്നിരുന്ന ആ വയലേലുകളിൽ നിന്ന് ഒരു മഴ പെയ്തപ്പോഴേക്കതാ അതിൻ്റെ അകത്തു നിന്ന് ആ വിടവുകളിലൂടെ കതിരുകൾ, ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചു പൊന്തുന്നുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊക്കെ ഒരുപാട് പാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മാത്രമല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ പരലോക വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാഠം ഈ മഴയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നോക്കൂ, അല്ലാഹു ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തു ഫാത്തിറിലെ 9-ാമത്തെ വചനം,
അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത് ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അർസല റിയാഹ ഫതുസീറു സഹാബ, കാറ്റടിച്ചുകൊണ്ട് കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ കരങ്ങളാണ്, അള്ളാഹുവിന്റെ ശക്തിയാണ്. എന്നിട്ട് വസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, നിർജീവമായി കിടന്ന ഉണങ്ങിക്കിടന്ന ഭൂമിയിലേക്ക് അതാ ആ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളിൽ നിന്ന് വർഷിപ്പിക്കുകയാ. എന്നിട്ടോ ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, മരണപ്പെട്ട് കിടക്കുന്നത് പോലെ തരിശായി ഉണങ്ങി നിർജീവമായി കിടക്കുന്ന ആ ഭൂമിയെ സസ്യങ്ങളെ കൊണ്ട്, സസ്യലതാദികളെ കൊണ്ട്, പുല്ലുകളെ കൊണ്ട്, വൃക്ഷങ്ങളെ കൊണ്ട് മുളപ്പിക്കുന്നത്, അതിനെ സജീവമാക്കുന്നത് നാമാണ്. കദാലികൻ നുശൂർ, ഖബറുകളിൽ അടക്കപ്പെട്ടതിന് ശേഷം, നമ്മെ ഭസ്മമാക്കിയതിന് ശേഷം, നമ്മെ പുഴുക്കൾ ഭക്ഷിച്ചതിന് ശേഷം, നാം മണ്ണായി മണ്ണിൽ ലയിച്ചു ചേർന്നതിന് ശേഷം ഇനിയൊരു പുനർജീവിതമോ എന്ന് ചോദിക്കുന്ന മനുഷ്യ, കദാലികൻ നുശൂർ, നീ നോക്കുമ്പോ ഒന്നും ഭൂമിയിൽ കണ്ടിട്ടില്ല. പക്ഷേ ആ ഭൂമിയിലൂടെ വിണ്ടുകേറി ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്ക് ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ പുറത്തു വന്നതുപോലെ മനുഷ്യ, നിന്നെ ഖബറുകളിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. കദാലികൻ നുശൂർ, ഇങ്ങനെയാ പുനർജീവിതം. പുനർജീവിതത്തെ നിഷേധിക്കുന്ന മനുഷ്യരോട് ഈ മഴയിലൂടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഭവം, ആ ദൃഷ്ടാന്തം, ആ അത്ഭുതം മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നു, കദാലികൻ നുശൂർ, ഇങ്ങനെയാണ് പുനർജീവിതം ഉണ്ടാവുക. ഇത്ര ലളിതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്ത് റൂമിന്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. നിർജീവമായി കിടക്കുന്നതിൽ നിന്ന്, നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. നിർജീവമായി കിടക്കുന്നതിൽ നിന്ന് ജീവനുള്ളവയെ സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു. മാത്രമല്ല, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും സൃഷ്ടിക്കുന്നവനാണ് റബ്ബ്. വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ, നിർജീവമായി കിടക്കുന്ന ഭൂമിയെ പോഷിപ്പിച്ചതിനെ സജീവമാക്കുന്ന, മഴ വർഷിപ്പിച്ചുകൊണ്ട് അതിനെ ജീവസുറ്റതാക്കി മാറ്റുന്നവനാണ് റബ്ബ്. വകദാലിക തുഖ്റജൂൻ, ആ നിർജീവമായ ഭൂമി സജീവമാകുന്നത് പോലെ ആ നിർജീവമായ ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെ മനുഷ്യ, വകദാലിക തുഖ്റജൂൻ, നിന്നെ ഖബറടക്കിയാലും ആ ഖബറിടങ്ങളിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് റബ്ബിന് എളുപ്പമുള്ള കാര്യമാണ്. ഇത് റബ്ബിന് നിസ്സാരമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും നമ്മൾ ആരും ഭാഗവാക്കാകുന്നില്ല എങ്കിൽ, നാം നിർജീവമായി കിടക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ അതിന്റെ പിച്ചിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മഴക്കാലമല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പുൽനാമ്പ് പോലുമില്ല. അത് കൃത്യമായി ഉണങ്ങി തരിശായി കിടക്കുന്നു, വിണ്ടുകീറി കിടക്കുന്നു. പക്ഷേ ഒരു മഴ പെയ്ത് പിറ്റേന്ന് നമ്മൾ പോയി നോക്കിയാലോ, അവിടെ ആ ഭൂമിയിൽ, ആ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ചിൽ, ആ ഗ്രൗണ്ടിലൊക്കെ പുൽനാമ്പുകൾ പുറത്തു വന്നതുപോലെ മനുഷ്യ, അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരും. മണ്ണിൽ ലയിച്ചു പോയാലും, നിങ്ങൾ ഭസ്മമാക്കി പോയാലും, ഇനിയും നിങ്ങൾ എങ്ങനെ പുനർജീവിതം ഉണ്ടാവുമെന്ന് ശങ്കിച്ചാലും, വലിയ ഭൗതികമായ ചോദ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്തരം ചോദ്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ചോദിച്ചാലും, പുൽനാമ്പുകൾ പുറത്തു വരുന്നത് പോലെ മനുഷ്യ, നിങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്നുള്ളത് മഴ നമ്മെ പഠിപ്പിക്കുന്നു. മഴയെ വിശ്വാസികൾ സമീപിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്.
മാത്രമല്ല മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകരെ വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, മസലൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് പ്രവാചകരെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ? കമാ അത് ജലം പോലെയാണ്, അത് വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് നാം ഇറക്കിത്തരുന്ന മഴജലം പോലെയാണത്. എന്നിട്ടോ ഫഖ്തലത ബിഹി നബാത്തുൽ അർദി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാ, ആ മഴ പെയ്തപ്പോ ഇടതൂർന്ന സസ്യങ്ങൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇതുവരെ സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. കർഷകരൊക്കെ എന്ത് ചെയ്യണമെന്ന് ശങ്കിച്ചിരുന്നു. ഒരു മഴ വന്നപ്പോ അത് സന്തോഷമായി മാറി, അത് ആശയുള്ളതായി മാറി, അത് പ്രതീക്ഷയുള്ളതായി മാറി. എന്നാലോ ഒരു വലിയ കാറ്റടിച്ചപ്പോഴേക്ക് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ തുരുമ്പായി പറന്നുപോയിട്ടുണ്ട്, അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അഥവാ ഒരു കാറ്റടിച്ചാൽ, ഏത് സമയത്തും ഒരു കാറ്റടിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആയുസ്സേ എല്ലാത്തിനും ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടേതെന്ന് നാം അഹങ്കരിക്കുന്ന, നമ്മുടേതെന്ന് നമുക്ക് തോന്നുന്ന, നാം വെട്ടിപ്പിടിച്ച, നമ്മൾ നേടിയെടുത്തതെല്ലാം ഒരു കാറ്റ് വന്നാൽ തീരുന്നതേയുള്ളൂ, അതിന്റെ അവധിയെത്തിയാൽ തീരുന്നതേയുള്ളൂ. ഇത് ഈ മഴയത്ത് മുളച്ചു പൊന്തിയ സസ്യങ്ങളെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഐഹിക ജീവിതത്തിൽ, ഐഹിക വിഭവങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കേണ്ടവനല്ല മനുഷ്യനെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ 45-ാമത്തെ വചനമാണ്. തുടർന്ന് 46-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇതേ വിഷയം തന്നെ ഒന്നുകൂടെ ഊന്നി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. മനുഷ്യരെ, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ സന്താനങ്ങൾ, നമുക്ക് വലുതെന്ന് തോന്നുന്ന നമ്മുടെ ദുനിയവിയായ ഐഹിക ലോകത്തെ വിഭവങ്ങൾ, ഇതൊക്കെ അൽമാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഇതൊക്കെ ദുനിയാവിന്റെ ഒരു അലങ്കാരം മാത്രമാണ്. ഇത് ദുനിയാവിന്റെ ഒരു അലങ്കാരമാണ്. പരലോകമാണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പരലോകത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പണിയെടുക്കേണ്ടത് എന്ന് സൂറത്തുൽ ഹദീദിന്റെ ഉള്ളിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. നോക്കൂ, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന് ഒരു വാഹനം, ഒരു വീട്, സമ്പത്ത്, സമ്പാദ്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബം, മക്കൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വലഹും വസീനത്തും വതഫാഖുറും ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇത്തരത്തിലുള്ള പെരുമനടിക്കൽ, എനിക്ക് ഇത്ര മക്കളുണ്ട്, എനിക്ക് ഇത്ര ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്, ഇത്ര കോടിയുടെ ആസ്തിയുണ്ട്, അല്ലേ? അത്തരത്തിലുള്ള പെരുമ നടിക്കൽ, ഇതൊക്കെ കമസലി ഗൈസിൻ. നോക്കൂ, അല്ലാഹു പറയുന്നത് കമസലി ഗൈസിൻ, ഇതൊരു മഴ പോലെയാണ്, ഇതൊരു മഴ പോലെയാണ്. ഏതാണ് ആ മഴ? അഅജബൽ കുഫാര നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ. മഴയെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കാണ് കർഷകര്. ആ മഴ അങ്ങോട്ട് പെയ്തപ്പം അഅജബൽ കുഫാർ, കർഷകർക്ക് സന്തോഷമുണ്ടായി, അവരെ അത്ഭുതപ്പെടുത്തി, അവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുണ്ടായി. ഞങ്ങളുടെ കൃഷികളൊക്കെ വിളവെടുക്കാൻ, ഞങ്ങളുടെ കൃഷികളൊക്കെ നല്ല രൂപത്തിൽ മുളയ്ക്കാൻ ഈ മഴ അതുകൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അവരതിനെ നോക്കിക്കണ്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്.
ആ കർഷകർ നട്ട ആ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ അതിനൊരു മഞ്ഞ നിറമുണ്ടായിട്ടുണ്ട്. അതൊക്കെ തുരുമ്പായി മാറിയിട്ടുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇതുപോലെയാണ് മനുഷ്യരെ നിങ്ങൾ നേടിയെടുത്ത് എന്ന് തോന്നുന്ന ഐഹികമായ വിഭവങ്ങൾ ഈ ചൊരിയുന്ന മഴയത്ത് കിളിർക്കുന്ന പുൽച്ചെടികളെ പോലെയാണ്, സസ്യങ്ങളെപ്പോലെയാണ്. മഴയെ വിശ്വാസി നോക്കിക്കാണേണ്ടത് അങ്ങനെയാണ്. അതിലൂടെ ചില പാഠങ്ങൾ വിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ. ഐഹിക ലോകം ഇങ്ങനെയൊക്കെയാ. പക്ഷെ പരലോകം ഇത് അല്ലാഹുവിന്റെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അദാബുൻ ശദീദ്, ശിക്ഷ വരാനുണ്ട്. അല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടെ ജീവിച്ചാലോ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തി വരാനുണ്ട്, സ്വർഗം ലഭിക്കാനുണ്ട്, അവന്റെ പാപമോചനം ലഭിക്കാറുണ്ട്. അവസാനിപ്പിക്കുന്നത് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഇത് വഞ്ചിക്കപ്പെടുന്ന, വഞ്ചിച്ച് കളയുന്ന ഒരു വിഭവം മാത്രമാണ്. ദുനിയാവിന് കുറച്ചിങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ ആയാൽ എന്താ, ഒന്നുകൂടെ ഓടിയാൽ എന്താ, കുറച്ചും കൂടെ പരിശ്രമിച്ചാൽ എന്താ. പക്ഷെ പരലോകത്തിന് വേണ്ടിയാണ് സത്യത്തിൽ മനുഷ്യൻ വളരെ ശക്തമായ രൂപത്തിൽ പരിശ്രമിക്കേണ്ടത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ കഠിനമായി പരിശ്രമിക്കേണ്ടത്. പക്ഷേ ആ മനുഷ്യൻ ദുനിയാവ് കുറച്ചിങ്ങനെ കിട്ടുമ്പോ അതിന്റെ പിറകെ പിടിച്ച് 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 മനുഷ്യൻ പോവുക, പരലോകം വിസ്മരിച്ചുകൊണ്ട്, പരലോകത്തെ മറന്നുകൊണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നും ശാശ്വതമായിരിക്കുന്ന പരലോകം സാവധാനത്തിൽ മനുഷ്യൻ മറന്നുപോകുന്നു. ആളുകൾ പറയും അയാൾ നേരത്തൊക്കെ നല്ല മനുഷ്യനാ, ഇപ്പൊ കുറച്ച് പണമൊക്കെ കൂടുന്ന സമയത്ത് പഠിച്ചവരൊക്കെ മറന്നിട്ടുണ്ട്, ഇപ്പൊ അയാളെ പള്ളിയിലേക്കൊന്നും കാണുന്നില്ല, ഇപ്പൊ അയാൾ ഖുർആൻ ക്ലാസ്സിനൊന്നും കിട്ടുന്നില്ല, ഇപ്പൊ ദീനി പ്രവർത്തനങ്ങളിലൊന്നും അയാളില്ല എന്ന് മനുഷ്യർ പറയുമാറ് ആ മനുഷ്യൻ അറിയാതെ മാറിപ്പോവാ. ഇത് മനുഷ്യന്റെ സ്വഭാവമാ. പക്ഷേ മനുഷ്യൻ ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, മഴ പോലെയാണ് മനുഷ്യർ, അല്ലെങ്കിൽ മഴയത്ത് കിളിർക്കുന്ന ഒരു സസ്യങ്ങളെ പോലെയാണ് മനുഷ്യർ. അവനുള്ളതും അവൻ വെട്ടിപ്പിടിച്ചതും അവൻ സമ്പാദിച്ചതുമെല്ലാം ആ അവധി എത്തിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എല്ലാം ഉണങ്ങി തുരുമ്പാകുന്നത് പോലെ അവന് ഉപയോഗപ്പെടാത്ത രൂപത്തിൽ അതൊക്കെ അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബോധ്യമുണ്ടാവണം, ബോധമുണ്ടാവണം നമുക്ക്. ഇഹലോകത്ത് ജീവിക്കുമ്പോൾ, മഴയെ നോക്കുമ്പോൾ, മഴ കോരിച്ചെരിയുമ്പോൾ വിശ്വാസി മഴയെ സമീപിക്കേണ്ടത് ബുദ്ധിപൂർവമാവണം. ബുദ്ധിയോടുകൂടെ ആ മഴയുടെ സൃഷ്ടാവിനെ കുറിച്ച് തിരിച്ചറിയാനും ആ സൃഷ്ടാവിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കാനും വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിലൂടെ അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത് നമ്മൾ ആലോചിക്കാനാണ്, നമ്മളോട് ചിന്തിക്കാൻ തന്നെയാ. മഴയെക്കുറിച്ച് ചിന്തിക്കണം. മഴ ഈ രൂപത്തിൽ മഴവെള്ളം നമ്മൾ കുടിക്കുന്നു. ആലോചിച്ച് നോക്കൂ, മഴയില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ 60% വെള്ളമാണ് എന്നാണ്. വെള്ളമില്ല എങ്കിൽ എങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കോരിച്ചൊരിയുന്ന ഈ മഴ ഇത് ഉറവജലമായിട്ട് തോടുകളിൽ, കിണറുകളിൽ, ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു നിക്ഷേപിക്കുന്നു. പിന്നീട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കിണറുകളിൽ നിന്ന് അള്ളാഹു വെള്ളം തരുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴക്കാലമല്ല, കൊടും വേനലുകളിൽ നമുക്ക് മോട്ടർ അടിക്കാൻ, നമുക്ക് കോരിയെടുക്കാൻ നമ്മുടെ കിണറുകളിൽ വെള്ളമുണ്ട്. ആരാ തരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു പറയുന്നു ചിന്തിക്കാൻ. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. അല്ലാഹു ചോദിക്കുന്നു
ചോദിക്കുക, മനുഷ്യരെ, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതെവിടെ നിന്ന് വന്നോ? ഇതെങ്ങനെ ഉണ്ടായി? ആലോചിച്ചു നോക്കൂ. ഈ നമ്മൾ സയൻസിൽ പഠിക്കും, ഇത് ബാഷ്പീകരിച്ച് ഇവിടെയുള്ള ജലം ഇത് ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് പോയി കാർമേഘങ്ങളായി പിന്നീട് വീണ്ടും വരുന്നു എന്ന്. എന്നാൽ ഇവിടെ നിന്ന് ബാഷ്പീകരിക്കുന്ന ഭൂരിഭാഗം ജലവും എങ്ങനത്തതാണ്? നമുക്ക് കുടിക്കാൻ യോഗ്യമായ വെള്ളമാണോ? അല്ല, അല്ല, തീർത്തും ഉപ്പുജലമായ കടൽ ജലമാണ് ബാഷ്പീകരിച്ചു പോകുന്നത്. പക്ഷേ നമുക്ക് മഴയായി വർഷിപ്പിക്കപ്പെടുന്നതോ സുബ്ഹാനല്ലാഹ്, ശുദ്ധമായ മാഉൻ തഹൂർ, മാഉൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ശുദ്ധജലം ആലോചിക്കണം. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, കുടിച്ചാൽ പോരാ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആരാണ് കാർമേഘങ്ങളിൽ നിന്ന് ഈ മഴയെ വർഷിപ്പിക്കുന്നത്? നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ? നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? എന്തെങ്കിലും പങ്കുണ്ടോ ഈ മഴ വർഷിപ്പിക്കുന്നതിൽ? നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നതിൽ, നമ്മുടെ കിണറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിൽ എന്തെങ്കിലും പങ്ക് ഇല്ല. പിന്നെ ആരാ? അല്ല, നാമാണോ? എങ്കിൽ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, എന്താ ഇതൊക്കെ ചിന്തിച്ച് ആ റബ്ബിന് നന്ദിയുള്ളവരായി നിങ്ങൾക്ക് ജീവിച്ചുകൂടെ എന്നുള്ളത് ആ റബ്ബിന്റെ ചോദ്യം. ബുദ്ധിയുള്ളവരാവുക, ബുദ്ധിയോടുകൂടെ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ സമീപിക്കുന്നവരാവുക. ഈ ദൃഷ്ടാന്തങ്ങൾക്ക് പിറകിലുള്ള സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റബ്ബിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിച്ച് ഒരു മുത്തഖിയായ മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഴക്കാലം പല അപകടങ്ങളുടെയും കാലഘട്ടം കൂടെയാണ്. പ്രത്യേകിച്ചും വാഹന അപകടങ്ങൾ. നമ്മൾ ഓരോരുത്തരും ഏറെ സൂക്ഷ്മതയോടുകൂടെ വാഹനം ഡ്രൈവ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ എതിരെ വരുന്ന ആൾ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. പക്ഷേ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ നമ്മുടെ ശ്രദ്ധ അത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വാഹനം വേനൽക്കാലത്ത് ഓടിക്കുന്നത് പോലെയല്ല മഴക്കാലത്ത് ഓടിക്കുന്നത് എന്ന് വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കൃത്യമായി കൊണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ നിയമപാലകർ, നമ്മുടെ ഭരണാധികാരികൾ, അവരൊക്കെ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ, മഴക്കാലവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, അതൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം കൊതുക് വളർന്നുകൊണ്ട് രോഗങ്ങൾ പരത്തുന്ന അത്തരം മലിനമായി കിടക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്കൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ അവധികളാണ്. പക്ഷേ സ്കൂൾ തുറന്നാലും വിദ്യാലയങ്ങൾ തുറന്നാലും നമ്മുടെ മക്കൾ 100% സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുക. നമുക്ക് വലിയ തിരക്കൊന്നുമില്ല എങ്കിൽ ആ രൂപത്തിൽ കൊണ്ടുവിട്ട് തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ ശ്രദ്ധയുടെ, ഒരു ജാഗ്രതയുടെ, ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്.
ഇനി അതല്ല ഒറ്റക്കാണ് പോകുന്നത് എങ്കിൽ അധ്യാപകനെ വിളിച്ചു ചോദിക്കുക, എൻ്റെ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ. ഇതൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കൂടാതെ കുഞ്ഞുമക്കൾക്ക് വളരെ കൃത്യമായ ബോധവൽക്കരണം നൽകണം. വെള്ളം കാണുമ്പോൾ ആ വെള്ളം കാണാൻ, കുറച്ച് കൂടിയ വെള്ളം കാണാൻ, വെള്ളക്കെട്ടുകൾ കാണാൻ, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ, ആ വെള്ളത്തിൽ മീൻ പിടിക്കാൻ, ഇതൊക്കെ കുട്ടിത്വത്തിൽ അവരുടെ കുസൃതി തരങ്ങളിൽ അവർക്കതൊക്കെ തോന്നും. പക്ഷേ അത്തരം വെള്ളക്കെട്ടുകളിൽ പലതും അപകടമാണ് എന്നും അത്തരം സാഹസികതകൾക്കൊക്കെ ഒന്നും മുതിരരുത് എന്നും നമ്മുടെ രക്ഷിതാക്കളാണ് അവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ മഴക്കെടുതി ഒരുപാട് ആളുകൾ, ദിവസേന ജോലിക്ക് പോകുന്ന ആളുകൾ മഴക്കാലത്ത് ജോലിക്ക് പോകാതെ സാമ്പത്തികമായി വീടുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അറിയണം, നമ്മുടെ അയൽവക്കക്കാരെക്കുറിച്ച്, നമ്മുടെ അയൽവാസികളെക്കുറിച്ച്, ഏതു മതത്തിലുള്ള ആളുകളായാലും അവരെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ അവസ്ഥകളെക്കുറിച്ച് തിരിച്ചറിയുകയും പ്രയാസമുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന രൂപത്തിൽ തന്നെ അവരെ സഹായിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ എല്ലാ സന്ദർഭത്തിലും ഉള്ളതുപോലെ ഇത്തരം മഴക്കെടുതികളിലും മഴയുടെ സന്ദർഭത്തിലുമൊക്കെ ചില പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് തരണേ എന്ന് മഴ വർഷിക്കുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പ്രാർത്ഥനയാണ്, നമുക്ക് ഓരോരുത്തർക്കും കാണാതെ പഠിക്കാനുള്ള പറ്റുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴ വർഷിപ്പിക്കണേ. അതുപോലെ തന്നെ മഴ ലഭിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, നമുക്ക് മഴ ലഭിച്ചത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്ന അർത്ഥമുള്ള പ്രാർത്ഥന. പലരും ഇന്ന ഞാറ്റുവേല കൊണ്ടാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസി പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന. കൂടാതെ മഴ അമിതമായാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ അകറ്റണേ, ഇതിനെ ഞങ്ങൾക്ക് ഒരു ശിക്ഷയായി തരരുതേ. അല്ലാഹുമ്മ അലൽ അകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ, അല്ലാഹുവേ മരങ്ങളുടെ വേരുകളിലേക്ക്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പർവ്വതങ്ങളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക് അല്ലാഹുവേ നീ ഇതിനെ കൊണ്ടുപോണേ. ഞങ്ങൾക്കൊരു ശിക്ഷയായി, ഒരു ദുരന്തമായി, ഒരു പ്രളയക്കെടുതിയായി ഈ മഴയെ നീ വർഷിപ്പിക്കരുതേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഈ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുകയും മഴക്കാലത്ത് ഏറ്റവും സൂക്ഷ്മതയോടെ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും ഒക്കെ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള കെടുതികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അവൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ.